കോഴിക്കോട് ജില്ലയിലെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒളിയിടമായ പൊൻകുന്നിലെ ഒരു മനോഹര യാത്രയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഏകദേശം 22-23 കിലോമീറ്റർ മാറിയാണ് പൊൻകുന്ന് മല സ്ഥിതി ചെയ്യുന്നത്. കാക്കൂർ, നന്മണ്ട, തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലായിട്ടാണ് ഈ പൊൻകുന്ന് മലയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഈ മഴയുള്ള സമയത്ത് ഈ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യാൻ പ്രത്യേക സുഖമാണ്. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ചീക്കിലോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. പിന്നെ മാപ്പിൽ നോക്കിയപ്പോൾ ആകെ ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഈ അത്യാവശ്യം നല്ല മഴയുള്ള സമയത്ത് ഈ ചെറിയ ചെറിയ കാടിലൂടെ സഞ്ചരിക്കാൻ പ്രത്യേക ഭംഗിയാണ്. മഴയുടെ സൗണ്ട്, മണ്ണിൻ്റെ മണം, ചെറിയ ചെറിയ ഇൻസെക്റ്റുകളുടെ സൗണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ട്, ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ചീക്കിലോടിൽ നിന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ ലൊക്കേഷനിലെത്തി. അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഞാൻ പണ്ട് പോയ വഴിയിലെ ലൊക്കേഷനല്ല, ഇത് വേറെ ലൊക്കേഷനാണ് ഗൂഗിൾ മാപ്പിൽ കിട്ടിയതെന്ന്. ഞങ്ങൾ വന്ന് എത്തിപ്പെട്ടതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എൻട്രി ഫീ ഒക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ കയറിയത്. 20 രൂപയായിരുന്നു എൻട്രി ഫീ. പക്ഷേ പ്രശ്നമില്ല, അതൊരു വലിയ പൈസയല്ല. പിന്നെയും പൊൻകുന്ന് മലയിലേക്ക് വരാൻ കുറേ വഴികളുണ്ട്, അതിലൊരു വഴി മാത്രമാണ് ഇത്. താഴത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ ട്രെക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആകെ 1.5 കിലോമീറ്റർ ട്രെക്ക് ചെയ്താൽ ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും. ബാക്കിയുള്ള വഴികൾ കുറച്ചും കൂടി ഹാർഡാണെന്ന് തോന്നുന്നു. കുറച്ച് ദൂരം മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ താഴത്തേക്കുള്ള വ്യൂ മനോഹരമായിട്ട് കിട്ടിത്തുടങ്ങിയിരുന്നു. കാരണം മഴ കുറച്ച് നിന്ന് അത്യാവശ്യം ക്ലൗഡ്സൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പൊൻകുന്ന് മല എന്ന് പറയുന്ന സമയത്ത് എല്ലാവരുടെ മനസ്സിലേക്കും ഓടിക്കടന്ന് വരുന്നൊരു മരമുണ്ട്. ആ മരം ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എല്ലാവരുടെ സ്റ്റാറ്റസിലും റീൽസിലും സ്റ്റോറിയിലൊക്കെ കാണുന്ന ആ മരം ഇതാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് പൊൻകുന്ന് മലയിൽ വന്ന് എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കുറച്ച് ക്ലൗഡ്സും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഭംഗി ഒന്നും കൂടി കൂടും. ഇവിടെ മുകളിലെത്തി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ കോട വന്ന് നിറഞ്ഞു. ഭയങ്കര ഭംഗിയായിരുന്നു. കാരണം എവിടെയാണ് ആകാശം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരെ ആയിപ്പോയി. താഴത്തും മുകളിലും ഒക്കെ കോടയായിരുന്നു. ഈ ഒരു പൊൻകുന്ന് മലയിലെ ക്ലൗഡ് ബെഡ് വ്യൂ കാണാൻ തന്നെയാണ് എല്ലാവരും ഇവിടെ വരുന്നത്. ചില ആൾക്കാർക്ക് കാണാൻ പറ്റും, ചില ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ ഒരു വ്യൂവിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ഞങ്ങൾ ചെയ്തു. ഓരോ ഭാഗത്ത് പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തെ കോട താഴ്വാര ഭാഗത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം കോട മൊത്തമായിട്ട് മലയങ്ങ് മൂടിയായിരുന്നു. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു, ഡാൻസ് ചെയ്തും പാട്ട് പാടിയൊക്കെ. അങ്ങനെ ഞങ്ങൾ പൊൻകുന്ന് മലയുടെ മുകളിൽ കോട ആസ്വദിച്ച് പാട്ടും പാടി ഡാൻസും കളിച്ചിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. അതിശക്തമായ മഴയും കാറ്റും പെട്ടെന്നങ്ങ് വന്ന് ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ച് പരിഭ്രാന്തരായെങ്കിലും പക്ഷെ പിന്നീട് ഞങ്ങളങ്ങ് ആർത്തുല്ലസിച്ച് എൻജോയ് ചെയ്തു. ഏഷ്യയിൽ തന്നെ ഏറ്റവും സ്പീഡിൽ കാറ്റ് വീശുന്ന സ്ഥലം നമ്മളെ കേരളത്തിലാണ്. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കോഴിക്കോടല്ലെങ്കിലും രാമക്കൽമേടാണ്, പക്ഷെ കോഴിക്കോടിലും ഇത്ര ഫാസ്റ്റായിട്ട് കാറ്റ് വീശുന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. എൻ്റെ അമ്മോ, ഇത് മൺസൂൺ ടൈമിലെ മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു പേടിയില്ലായിരുന്നു, ഇടിമിന്നലിൻ്റെയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ ഓൺ എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ കഴിഞ്ഞ് അന്തരീക്ഷം ആകെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറായി. ഭയങ്കര ശാന്തതയായിരുന്നു. സ്കൈ ഒക്കെ ക്ലിയറായി. അതിരാവിലെ സൺറൈസ് കാണാൻ വന്നവരും മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നവരും അല്ലാതെ വന്നവരും ഒക്കെ ഈ ഒരു മഴയ്ക്ക് ശേഷം തിരിച്ചു പോകാനായിട്ട് തുടങ്ങി. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് പ്ലേസ് ആയിട്ടുള്ള ആ മരത്തിൻ്റെ അടുത്ത് ഇപ്പോഴും കോട വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടുത്തെ മഴ കുറച്ച് നേരം നിന്നാൽ വീണ്ടും അതിശക്തമായിട്ട് പെയ്യാനായിട്ടാണ് കുറച്ച് നേരം സൈലൻ്റ് ആവുന്നതെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങളും ഈ ഒരു മഴയ്ക്ക് ശേഷം മെല്ലെ താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നു.